ബഹുമാനപ്പെട്ട നമസ്കാരം. ഗവർണർ സാറിന് പ്രത്യേകമായ സ്വാഗതം. നന്ദി. ഇപ്പോൾ ഗവർണർമാര് പ്രത്യേകിച്ച് നമ്മുടെ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഒക്കെ വലിയ വാർത്തയാവുകയും വിവാദത്തിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയം ശ്രീധരൻ സാറിനെ കുറിച്ച് എല്ലാവർക്കും വലിയ ഒരു മതിപ്പ് പോലെ പറയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സമവായത്തിൻ്റെ ആള്. അത് സ്വയമേ സാറിന് അങ്ങനെയുള്ളതാണോ, അതോ ഈ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെ ഭരണകൂടങ്ങൾ വ്യത്യസ്തമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി അല്ല ഗവർണർ എങ്കിൽ പോലും ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വക്താവ് പോലെ രാഷ്ട്രീയമല്ല വർത്തിക്കുന്നയാളാണല്ലോ. ഈ ഭരണകൂടങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ട് അങ്ങനെ വിവാദത്തിലാകുന്നതാണോ, അതോ? ഗവർണർ പോസ്റ്റിനെ സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ചർച്ച വന്നത്. അപ്പം ഇലക്ടഡ് പോസ്റ്റ് ആകണമെന്നൊരു പ്രപ്പോസൽ ഉണ്ടതായിരുന്നു മുഖ്യമന്ത്രിയെ പോലെ. അപ്പം പറഞ്ഞു 2 കൂട്ടർ ഇലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ കോൺഫ്ലിക്റ്റ് ആവും, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും എല്ലാം. മറ്റൊന്ന് ഈ അതിനെ സംബന്ധിച്ച് ഒരു സമവായം ഭരണതലത്തിലുണ്ടായിട്ട് സ്റ്റേറ്റിലുണ്ടായിട്ട് വേണം. അപ്പോൾ അതും കാരണം സെൻട്രലിൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ട. അപ്പം യൂണിയൻ ഓഫ് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുകയും അതേ സമയത്ത് ഭരണഘടനയുടെ കൽപ്പന അനുസരിച്ച് പോവുകയും ചെയ്യണം. ഭരണഘടനയുടെ കൽപ്പന ക്യാബിനറ്റ് ഡിസിഷൻ എപ്പോഴും ഗവർണർക്ക് ബാധകമാണ്. അതിൽ ഭരണഘടനയെ ലംഘിക്കുന്നു, അല്ല ഏതെങ്കിലും നിയമത്തെ ലംഘിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് അവരോട് ആവശ്യപ്പെടാം, മടക്കി അയക്കാം. വീണ്ടും ഒരയച്ചാൽ കഴിയുന്നത് അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 പവർ സെൻറ്റേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് ശരിയല്ല, പരസ്പര പൂരകങ്ങളായി നിൽക്കണം. ഈ സ്റ്റാൻഡ് എനിക്കുള്ളത് കൊണ്ടാണ് വേറെ കാര്യങ്ങൾ ക്യാബിനറ്റ് പറയുന്നത് അല്ലെ മുഖ്യമന്ത്രി പറയുന്നതൊക്കെ നമ്മൾ അവരെ വിളിച്ചിരുത്തി. ഞാൻ സാധാരണഗതിയിൽ ഒരു ചായക്ക് വിളിക്കാറ്, ഇതിങ്ങനെ സംസാരിച്ച് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തിയാണ് പലപ്പോഴും. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് എൻ്റെ പക്ഷേ സാറ് ഇങ്ങനെ നല്ല ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആയിരുന്നത് കൊണ്ടൊക്കെ തോന്നുന്ന ഒരു കാര്യമാണോ? എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഈ സമവായമാണ് എല്ലാത്തിനും പരിഹാരം. വിവാദങ്ങളും അപവാദങ്ങളും വേദന സൃഷ്ടിക്കാൻ മാത്രമേ സഹായകരമുള്ളൂ. നമ്മളുള്ള കാര്യമായാൽ പോലും പറഞ്ഞാൽ വേറൊരാളിനത് പൊതുവിൽ പറയുമ്പം അയാൾക്ക് വേദന ഉണ്ടാക്കുമെങ്കിൽ അതിൽ കഴിയുന്ന അത്ര സമവായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവരെയും കൂടെ കൺവിൻസ് ചെയ്യിക്കുക. അതല്ലേ ഗാന്ധിയൻ മാർഗമൊക്കെ അതാണ്. ഇപ്പോൾ ഒരാൾ സത്യാഗ്രഹം ഇരിക്കുന്നു പറയുമ്പം എല്ലാവരും ഭക്ഷണം സമൃദ്ധമായിട്ട് കഴിക്കും, ഒരാൾ ഭക്ഷണം കഴിക്കാതെ മുറ്റത്ത് നിൽക്കുന്നു, അല്ലെ ഗേറ്റിൽ നിൽക്കുന്നു, അവിടെ ഉപവാസം നടത്തുക പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ധർമാധിഷ്ഠമായ സങ്കല്പമാണ്. സാറിൻ്റെ നേച്ചറിൽ നിന്ന് ഉരുത്തിരിയുന്ന തീർച്ചയായിട്ടും ഞാനത് എൻ്റെ ചെറുപ്പം പോലെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ എൻ്റെ എതിരാളികളെ മുഴുവൻ മാനിക്കാതെ ഞാൻ പോയി എന്ന് ആരും പറയില്ല. എൻ്റെ ജൂനിയർ അഭിഭാഷകർ 142 ജൂനിയർ അഭിഭാഷകരെ വാർത്തെടുത്ത ആളാണ്. ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുണ്ട് എല്ലാം. അതിലെല്ലാ പാർട്ടിയുടെയും ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട്. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ ഉണ്ട്. അപ്പം നമ്മൾ അവരോടൊക്കെ പെരുമാറുമ്പോൾ അവരുടെ വിശ്വാസമാണ്, ആ വിശ്വാസം മാനിക്കണം. അല്ലാതെ മറ്റൊന്നിനെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുന്നത് അന്യമായ ഒരു സങ്കല്പമാണ്. തീവ്രവാദ നിലപാട് ഏത് മതത്തിന്റെ പേരിലായാലും രാഷ്ട്രത്തിന്റെ പേരിലായാലും തീവ്രവാദ നിലപാടുകൾ പാടില്ല. ഭാരതത്തിന്റെ പൈതൃകം അതാണ്. അറിയപ്പെട്ട 12 മതങ്ങളെയും നമ്മൾ സ്വീകരിച്ച് വളരാനും വികസിക്കാനും അവസരം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അതിൽ ചിലപ്പോൾ ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ അതിനെയൊക്കെ പൊരുത്തപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ഈ സാറിൻ്റെ ഈ ഒരു സ്വഭാവ മഹിമയാണോ? സാർ ഒരുപാട് ഗ്രാമങ്ങളിൽ, ഏതാണ്ട് 425-ലധികം ഗ്രാമങ്ങളിൽ ഗോവയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. അത് എന്ത് കാരണത്താ പോകുന്നത്? സാർ ഒരു വിനോദ? അല്ല, ഞാൻ എൻ്റെ ഈ ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ചെല്ലും. അപ്പോൾ ആളുകൾ ഒന്നിച്ച് കൂടും, അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകാർ കൂടും. എൻ്റെ ഫണ്ട് ഒന്നും ഞാൻ എടുക്കാതെ, വ്യക്തിപരമായ ഒന്നിനും എടുക്കാതെ, അതെല്ലാം അവർക്ക് രോഗികൾക്ക് കൊടുക്കും. അതവിടെ വെച്ച് ചിലപ്പോൾ 4-5 ചെക്ക് കൊടുക്കും, 10 ചെക്ക് കൊടുക്കും. അവരുടെ ഡോർ സ്റ്റെപ്പ് എത്തുകയാണ്. ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ ഡയാലിസിസ് രോഗികളൊക്കെ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് അതായത് MLA തരും. ഭരണകക്ഷിയോ പ്രതിപക്ഷമല്ല. ആ ലിസ്റ്റ് അനുസരിച്ചുള്ളത് ഈ ഫണ്ട്
രൂപയോ മറ്റോ വെച്ചിട്ട് ഞാൻ കൊടുത്തു. അന്നേരം ഞാൻ ചോദിക്കുന്നത്, ഈ ഗവർണറുടെ പ്രോട്ടോകോൾ ഇതിനൊക്കെ അനുവദിക്കുമോ? പ്രോട്ടോക്കോളിൻ്റെ ബോധപൂർവമായ ലംഘനം ഞാൻ നടത്താറില്ല. പക്ഷേ പ്രോട്ടോക്കോളിൻ്റെ ചട്ടക്കൂട്ടിൽ എനിക്ക് ഒരിക്കലും ഒതുങ്ങി നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം പ്രോട്ടോക്കോൾ ഒരു വല്ലാത്ത അത് മാനിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ജനങ്ങളുമായിട്ട് സഹകരിക്കേണ്ടി വരുമ്പം ജനങ്ങളാണ് പരമാധികാരികൾ. നമ്മൾ അവരെ സെർവ് ചെയ്യേണ്ടവരാണ്. ഓ ശരി. അത് അതായത് ഭരണഘടനയ്ക്ക് വിധേയമായി അല്ല, ഭരണഘടനയുടെ കൽപ്പന വി ദ പീപ്പിൾ തുടങ്ങുന്ന എന്തുകൊണ്ട്? അത് ജനാധിപത്യത്തിൽ സുപ്രീം. ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങളാണ് സുപ്രീം. അപ്പം എന്നെ ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരായിട്ട് ഇറങ്ങി, എന്നെ ആരും വിളിച്ചു കൊടുന്നാലല്ലോ. അതിൽ താല്പര്യം തോന്നി രാഷ്ട്രീയത്തിലേക്ക് വന്നു, ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്നു. അല്ലാണ്ട് ജനങ്ങളെല്ലാം കൂടെ കൂടി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ നാളെ നയിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് കൊണ്ടുവന്നതല്ലോ. അപ്പം ഈ തോന്നൽ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ഡെമോക്രസിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സുപ്രീമാണ്. അപ്പം അവരുടെ അഭിപ്രായത്തെ മാനിക്കണം. അവർക്ക് വിഷമതകളുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ നമുക്ക് കഴിയാത്ത ശ്രമിക്കണം. ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ ഏതോ ധർമ്മസ്തോ ജയ എന്ന ഭാരതത്തിന്റെ മുദ്രാവാക്യം. സുപ്രീം കോടതിന്റെ പോലും അതാണ്. ധർമ്മം എവിടെയുണ്ട്? ധർമ്മം ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ മതമെന്ന് അർത്ഥമൊന്നും കൊടുക്കേണ്ടതില്ല. അതിന് യഥാർത്ഥ വാക്ക് ഇംഗ്ലീഷിലില്ല, ധർമ്മം എന്നുള്ളത്. അപ്പം അത് നമുക്ക് വേണേൽ പറയാം, ധർമ്മം എന്ന വാക്കിന് അർത്ഥം റൈറ്റസ്നെസ് ആണെന്നൊക്കെ പറയാം. പക്ഷെ ഭാരതീയ സങ്കല്പത്തിൽ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട്, ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് ധർമ്മനിഷ്ഠയാണ്. ആ ധർമ്മനിഷ്ഠ പലരിൽ നിന്നും ഇപ്പം ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ധർമ്മനിഷ്ഠയുടെ അടിത്തറ ജീസസും അതുണ്ടാക്കിയ രീതികളുമാണ്. അതേസമയത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളണം എന്ന് പറയുന്നില്ലേ. ഇപ്പൊ തന്നെ ഈ ഓൾ ഇൻക്ലൂസീവ്നെസ് അങ്ങനൊരു കാര്യം വരുമ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ക്രിസ്ത്യ സമുദായത്തിലും ഇസ്ലാമിലും എല്ലാം മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സമാധാനം എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ. അതിനാണ് ഇപ്പൊ കൂടുതൽ പലരും കൊടുക്കുന്ന പ്രാധാന്യം. അതുപോലെ നമ്മൾ 2015 ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്നാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി ഒരു പുസ്തകത്തിന്റെ ഇംഗ്ലീഷിന്റെ പേര് തന്നെ. അപ്പൊ ഈ ഒരു രീതിയിൽ വരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയിൽ അനാഥരായി കണ്ട ഈവൻ മുസ്ലിം കുട്ടികളെ പോലും കൊണ്ട് സംരക്ഷയായിട്ട് ഞാൻ വായിച്ചു. അപ്പൊ ഇതുപോലെ ഭാരതത്തിന്റെ അത് തന്നെയാണ്. ഭാരതത്തിൽ ഏതെങ്കിലും മതത്തെ അങ്ങനെ ഒരു ഇപ്പം ക്രിസ്തീയ വ്യാപനത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും ബലപ്രയോഗം നടത്തിയിട്ടുണ്ടോ? അവിടെ ഇൻക്വിസിഷൻ നടന്ന ഗോവയുണ്ട്. അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പം നോക്കണ്ട, സൗഹാർദ്ദത്തിലാരും ജീവിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ടും ടിപ്പുവിന്റെ പടയോട്ടത്തിന് മുമ്പുള്ള ഇസ്ലാം സ്നേഹത്തിൽ കൂടെ വന്നതാണ്. അത് വാളിനോടൊപ്പം അല്ല വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കണക്കാക്കും. അപ്പം ഈ ഭാരതീയതയുടെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. അതേസമയത്ത് ഇതെല്ലാം വൈരുദ്ധ്യമല്ല. വ്യത്യസ്ത മതങ്ങള്, വ്യത്യസ്ത ഭാഷകള്, ആചാര അനുഷ്ഠാനങ്ങള്, പ്രത്യേക സ്റ്റേറ്റുകള്, ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രഡിക്ഷൻ, ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതുകൊണ്ട് നമുക്കതിനെ വൈവിധ്യം എന്ന് വിളിക്കാം. വൈവിധ്യത്തിൽ അഭിരമിക്കുന്ന തെറ്റില്ല. ഒരു റോസാപ്പൂ ഒരു ഗാർഡനിൽ നമ്മൾ പോകുമ്പം റോസ മാത്രമുള്ള റോസ നല്ലതാണ്, നല്ല സ്മെല്ലും ഉണ്ടാവും, നമുക്ക് ആകർഷകമായിരിക്കും, നയനത്തിന് ആകർഷകമായിരിക്കും. പക്ഷെ വൈവിധ്യം വരുമ്പോഴാണ് അതൊരു ഉദ്യാനമായി നമുക്ക്. ഇതേ കൺസെപ്റ്റാണ് ഭാരതത്തിൽ. സാറ് ഈ ഗവർണർ കുപ്പായത്തിന് ഉള്ളില് ഒരു പൊതുപ്രവർത്തകനോ കാരുണ്യ പ്രവർത്തകനോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് വ്യക്തമാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ആ ഒരു സമീപനം എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവേ ഞാൻ ആളുകളെ അധിക്ഷേപിക്കാനോ ഒന്നും ചെയ്യാറില്ല. പിന്നെ നിയമത്തിൽ ചില കർശന സ്വീകരിക്കേണ്ടടത്ത് സ്വീകരിച്ചിട്ടുണ്ടാവാം. അല്ലാതെ പൊതുവില് ജന്മം, ഒരു മനുഷ്യജന്മം ദൈവം തന്നിരിക്കുന്നു, വന്നു. അതിപ്പം ഒരു ഹിന്ദു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ ഹിന്ദുവായി, ക്രിസ്ത്യൻ അമ്മയുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഒരു മുസ്ലിം ഉമ്മയുടെ ആണെങ്കിലും ഇത് നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ. അപ്പൊ പരസ്പരം ആ വിശ്വാസങ്ങൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക. അതിനോടൊപ്പം ഇതുപോലെ സാറിന് ഇതുപോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉള്ളിടത്ത് സാറിനെ ഒരുപക്ഷെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ടാകും. സാർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള തീർച്ചയായിട്ടും എൻ്റെ പുസ്തകങ്ങളിൽ തന്നെ ഈ ഇത്രയും പുസ്തകങ്ങൾ ഇതിനകത്ത് പലതിലും അത് ഞാൻ പറഞ്ഞു. ഞാൻ BJP-യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 91 80-ലാണ് BJP തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുമ്പോൾ മുതലുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റാണ് കോഴിക്കോട്.
അന്ന് മൈനോറിറ്റികളുടെ മാത്രമായ ഒരു കൺവെൻഷൻ ഇന്ത്യയിൽ വിളിച്ചു കൂട്ടിയത് ഞാനാണ്. അന്നാണ് അളകാപുരിയിലെ നടത്തിയ പരിപാടിയിലാണ് നമ്മുടെ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ തന്നെ കോടഞ്ചേരി അതുപോലെ വെലങ്ങാടൊക്കെ പോലുള്ള 3-4 സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള BJP യൂണിറ്റുകളുണ്ടായി. ഇത് പിന്നെ ലക്ഷദ്വീപ് ഒരൊറ്റ ഹിന്ദുവുമില്ല. അവിടെ BJP 2004 ഇന്ത്യ ജയിച്ചില്ലേ. അപ്പൊ സാധിക്കും. പിന്നെ എല്ലാവർക്കും അവരുടെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഇല്ലാതാകാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഐഡിയ അതാ. നരേന്ദ്രമോദി 3 തവണ ജയിച്ചതും ന്യൂനപക്ഷ വോട്ടിന്റെ പിൻബലത്തോടെ അല്ലെന്നുള്ളൊരു വസ്തുതയാണ്. എതിർത്തിട്ടുമുണ്ട്, വൈസ് വോട്ടിങ് നടന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് നീതി കൊടുക്കണം. നീതി നിഷേധിച്ച സംഭവങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നു. എന്തൊരു പ്രക്ഷോഭമായിരുന്നു. ഇപ്പോഴത് നടപ്പാക്കിയല്ലോ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? മതത്തിന്റെ പേരിൽ ഒരു സമൂഹം വലിച്ചെറിയപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 15 കൊല്ലം അവരോട് ജീവിച്ചാൽ അവരെ പൗരന്മാരാക്കണമെന്ന്. അതിൽ ഇസ്ലാമിനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ പേരിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരാളെ അങ്ങനെ വലിച്ചെറിയുന്നില്ല. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിലാണെന്ന് പറഞ്ഞത്. അത് നെഹ്റു ലിയാഖത്ത് കരാറിന്റെ കാലത്തെ ഉള്ളതാണ്. നടപ്പാക്കാതെ പോയതാ പിന്നെ പലവിധ കാരണങ്ങളെ കൊണ്ട്. ഇതിലെല്ലാം ഇപ്പൊ വഖഫ് 2013 ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അറിയേണ്ട ഇതിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതറിയാത്തവരല്ലല്ലോ. അപ്പൊ പൊളിറ്റിക്കലായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരം മതങ്ങളെയൊക്കെ വോട്ടിംഗ് ബാങ്കായിട്ട് കണക്കാക്കുന്ന സ്ഥിതിയുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് മാറി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ നാടിന്റെ നിലനിൽപ്പും സമൂഹത്തിന്റെ ഭദ്രതയും യോജിപ്പും ഒക്കെ ഘടകങ്ങളാണ്. ഈ സാറ് ഒരുപാട് എഴുതുന്നയാളാണ്. ഒരുപാട് 250 പുസ്തകത്തോടടുക്കുന്നു. അത് സാറ് ഒരു അക്കാദമിക താല്പര്യത്തിലാണോ, ഇത് സ്വതസിദ്ധമായ ഒരു കാര്യമെന്നുള്ള നിലയിലാണോ, അതോ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണോ, അതോ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ സാറ് ചെയ്യുന്നത്? സാറ് അസലായിട്ട് ഞാൻ നോക്കുമ്പോൾ സാർ ഒരു അസൽ സാഹിത്യകാരനല്ല. സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ സാഹിത്യ ജീവിതം അന്യമാക്കി മാറ്റുന്നയാളല്ല. സാറിന് വേറെ എന്തെല്ലാം തുറകളുണ്ട്. എന്നിട്ട് സാർ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അതിന് സാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? ഈ എഴുത്തും വായനയും എൻ്റെ ചെറുപ്പം മുതലേ എന്നിൽ സന്നിവേശിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. അച്ഛനും നല്ലോണം സാധാരണക്കാരാണെങ്കിലും ഗ്രാമപ്രദേശം വായിക്കും, പത്രങ്ങളുണ്ടാവും. ഈ പത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ, ദിനപത്രങ്ങളൊക്കെ വായിച്ചിട്ടാണ് പലതും. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ ചിലപ്പം ഒരു 4 വരി വായിക്കും, ഒരു കവിത അന്നേരം ചിലപ്പോൾ തോന്നും. അപ്പോൾ ആ പത്രത്തിൽ ചിലപ്പോൾ ഞാൻ എഴുതിയിടും. അങ്ങനെ എൻ്റെ കവിതകളൊക്കെ ഉണ്ട്. അപ്പം പർപ്പസ്ഫുള്ളായിട്ട് 24 അവേഴ്സ് അതിനുവേണ്ടി മാറ്റി വെച്ചുള്ള ഒരു എഫർട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം വികാസ വൃത്തിയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ ഞാൻ ഇൻവോൾവ് ആണ്. പക്ഷെ എഴുത്ത് വരുമ്പം അതിന് കാരണമായി തീരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞാനൊരു പുസ്തകം എഴുതി. അത് ശബരിമലയുടെയാണ്. അപ്പോൾ എൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഹൈക്കോടതി പറയുന്നു ഈ മനുഷ്യനെ ഇങ്ങനെ പ്രതിയാക്കിയത് തെറ്റാണ്, അതിനകത്ത് ഒരടിസ്ഥാനം FIR തന്നെ റദ്ദ് ചെയ്തിരിക്കുക. അപ്പം ഞാനിപ്പോൾ ആ പശ്ചാത്തലമൊക്കെ എഴുതി. അത് എഴുതുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ട് RSSന്റെയും BJPയുടെയും നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഞാൻ എടുത്ത് പറയാൻ പോയപ്പോൾ മറ്റൊരു വിവാദം ഉണ്ടാവും. ഈ ശബരിമല ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഉള്ള പ്രതികരണങ്ങൾ പറയാൻ പറ്റില്ല. അതേ സമയത്ത് ഞാനൊരു സംഘടനയുടെ അന്നത്തെ പ്രസിഡന്റാണ്. അപ്പം ഈ ശബരിമല പ്രക്ഷോഭം ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തെ കൂടാതെ മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ചപ്പോഴാണ് പ്രസിഡന്റായി ഞാൻ കമ്മിറ്റിയോട് ആലോചിക്കാൻ പോയി. എനിക്ക് മെജോറിറ്റി കിട്ടില്ല. അപ്പം ധർമ്മവും സത്യവും വെച്ചിട്ട് ഈശ്വര സങ്കല്പത്തിൽ ഞാൻ അതിൽ ചെറിയ തോതിൽ സമരത്തിൽ ഇറങ്ങി. അങ്ങനെ ഗാന്ധിയൻ മോഡൽ സമരമായി. ഗാന്ധിയൻ മോഡൽ സമരമാകുമ്പം അതിന് അഹിംസാത്മകമായിരിക്കണം. അതൊരിക്കലും മറ്റൊരാളെ, അതുകൊണ്ട് ഞാൻ ആ നിലയ്ക്കാണ് അത് ചെയ്തത്. അത് വൻ വിജയമായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഞാൻ ആരെയും ബ്ലെയിം ചെയ്യില്ല, അക്രമാസക്തമായ ഒന്നിലേക്ക് അത് ചില ആൾക്കാർ വലിച്ചു കൊണ്ടുപോയി. ഞാൻ പിന്നെ അത് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നു. ആ അക്രമാസക്ത സമരത്തിലേക്ക് പോയപ്പോഴാണ് ശബരിമല സമരത്തിന് രൂപം മാറിയത്. അല്ലെങ്കിൽ ഈ നിലയ്ക്ക് പോയിരുന്നെങ്കിൽ വലിയ മെച്ചത്തിലേക്ക് അത് മാറി.
സാറ് ഈ പത്തനംതിട്ടക്കാരനുമാണല്ലോ ആ അല്ലേ? അതെ തന്നെ. ജന്മനാട്ടിലാണ്. ശരി. അപ്പൊ അതിൽ ജനങ്ങൾ എന്നും ഇഷ്ടപ്പെടും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഗാന്ധിജി ആളുകൾ ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ ഗാന്ധിജിയെ ഇത്രയും എതിർത്തു. ഇന്ന് ലോകം ഗാന്ധിജിയിൽ ഒരു കാണുന്ന ദാർശനികൻ, കാണുന്ന മനുഷ്യസ്നേഹി, അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രതയിൽ ഒരു ഭാരതത്തിന്റെ പ്രതീകമായിട്ട്, ലോകത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹം മാറുകയാണ്. മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്ന ഞങ്ങളുടെ BJPയോട് ബന്ധപ്പെട്ട അറസ്റ്റോട് RSSനെ 3 തവണ നിരോധിച്ചു. 48, 75, 93. ഈ 3 പ്രാവശ്യവും സമരത്തില് ദേശീയബലമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരിക്കലും അക്രമത്തിലേക്ക് പോയില്ല. ഗാന്ധിയൻ മോഡലാണ് സ്വീകരിച്ചത്. അപ്പൊ ഈ ഗാന്ധിയൻ മോഡലിന് കിട്ടുന്ന പ്രയോജനം, ഇപ്പൊ ഒരാള് നിങ്ങളയാളെ കുത്തിക്കൊന്നു, അല്ലെ ഭയപ്പെടുത്തി, അല്ലെ ഇത് ചെയ്തു, പേടിച്ച ആളുകൾ നിങ്ങളെ മാറി നിൽക്കും. പക്ഷെ ഒരിക്കലും യു കാൻ വിൻ ഓവർ ദർ മൈൻഡ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, കുറ്റത്തെ വെറുക്കൂ, കുറ്റവാളിയെ വെറുക്കാതിരിക്കുക, അവനെ പിന്നെയും സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കണം. ഈ ഒരു കൺസെപ്റ്റ് നമുക്കുള്ളിടത്തോളം കാലം ഒരാൾ ചെയ്തു, ഒരു കുറ്റം ചെയ്തു, അവനോട് സന്ധി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവനെ പോലും മാറ്റിയെടുക്കാൻ സ്നേഹം കൊണ്ട് സാധിക്കും. സാറിന്റെ ഒരു കാഴ്ചപ്പാട് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഗാന്ധിയൻ ദർശനത്തില് വലിയ പ്രസക്തിയുണ്ട്. പൂർണ്ണമായും അത് പ്രായോഗികമായിട്ട് ഇപ്പൊ സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിച്ചൊന്നും വരില്ല. ഇപ്പം എല്ലാ മതങ്ങളുടെയും ബേസിക് തോട്ടിൽ ഇപ്പം ക്രിസ്ത്യൻ സമുദായം ലവ്, അതുപോലെ സ്നേഹം, ദയ, സമർപ്പണമൊക്കെ അല്ലേ? അപ്പൊ ഇതൊരു ഇപ്പൊ അച്ഛന്റെ ജീവിതം ഈ ഒരു ആശയത്തിൽ കൊടുക്കുമ്പോൾ അത് സമർപ്പണമാണ്, ഒരു ലൈഫിനെ സമർപ്പിച്ചിരിക്കുക. അപ്പൊ ഈ സമർപ്പണത്തിലുള്ള ആളുകൾ കുറെ ആളുകൾ സമൂഹത്തിൽ വേണം. അത് എവിടെ ഉണ്ട്? ഇപ്പം അഴീക്കോട് പോയി, അഴീക്കോട് എല്ലാവരെ പറ്റി പറയായിരുന്നു. പക്ഷെ അഴീക്കോടിനെ പോലെ ഒരു രാഷ്ട്രീയ ലാഭനഷ്ടം നോക്കാതെ സാമൂഹ്യമായ തിന്മകളെയെല്ലാം വിമർശിക്കാനുള്ള ആർജവം കാണിച്ച വേറെ ആരുണ്ട്? അപ്പൊ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഈ പവർ പൊളിറ്റിക്സിന്റെ പുറകെ പോകുക സ്വാഭാവികമാണ്. ഞാൻ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം അതിന് പോകും. പക്ഷെ പവർ പൊളിറ്റിക്സ് മാത്രമല്ല ആത്യന്തിക ലക്ഷ്യം. അതിന് മുകളിൽ ഒരു ധാർമ്മിക ശക്തി വേണം. ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി പോകണം. അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ആപ്തവാക്യം എന്താ? യഥോ ധർമ്മസ്തോ ജയമെന്നാണ്. എവിടെ ധർമ്മമുണ്ട് അവിടെ ജയിക്കും. അത് ഗാന്ധാരി മക്കളോട് പറഞ്ഞതാണ്. പിന്നെ ഹിന്ദു കൺസെപ്റ്റ് ഗാന്ധാരിക്ക് ഭയങ്കരമായ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ കണ്ണുകെട്ടി ഭർത്താവിന് വേണ്ടി ത്യാഗമാണ് മുഴുവൻ. അപ്പൊ അവർക്ക് ഊർജം ദൈവസങ്കല്പത്തിൽ അവർ ഭയങ്കര പവർഫുള്ളാണ്. മക്കൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ യുദ്ധം തോക്കാൻ പോവാണ്, 100 മക്കളും ഞങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, ഞങ്ങൾക്കെല്ലാം ഇതാണ്. ആ സമയത്ത് അമ്മ വിജയശ്രീ എന്നല്ല പറഞ്ഞത്, യഥോ ധർമ്മസ്തോ ജയ, ധർമ്മം എവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾ ധർമ്മനിഷ്ഠയിൽ പോകാനാണ് പറഞ്ഞത്. ഇത് ഭാരതീയ പൈതൃകമാണ്. ഈ പൈതൃക ചിന്ത സാറിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണോ ഈ എല്ലാ മതങ്ങളെയും അവരർഹിക്കുന്ന പ്രാധാന്യത്തിൽ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമ്മുടെ നാടിന്റെ ചരിത്രം അതാണ്. ഭാരതത്തിന് ലോകത്തിന് എന്തെങ്കിലും ഒന്ന് സംഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചല്ലോ, ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്? സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പോലും വിശദീകരിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ദർശനത്തിന്റെ, സനാതനധർമ്മത്തിന്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും കൂടെ കളക്റ്റീവാണ്. ആ കളക്റ്റീവ് ചില വ്യത്യസ്ത പാതകൾ ഉണ്ടാവാം. നിങ്ങൾ ആ പാതയിൽ കൂടെ പൊക്കോളൂ. ഏകം സത് വിപ്രാബുഗത വദന്തി. സത്തൊന്നാണ്, ട്രൂത്ത് ഒന്നാണ്, ദൈവം ഒന്നാണ്. നിങ്ങൾ വ്യത്യസ്ത വഴി കൂടെ പോയി അവിടെ എത്തിപ്പെടുന്നു. ഇതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ഈ ഇവിടെ ഇപ്പം മുനമ്പത്ത് വലിയൊരു പ്രശ്നമൊക്കെ പോയിട്ട് ബന്ധപ്പെട്ടുണ്ട്. സാറ് കരുതുന്നത് സ്വാഭാവികമായിട്ടും അത് രമ്യതയിലും അതേസമയം അത് പിന്നീട് ചർച്ചയാകാത്ത വിധത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്കും വലിയ കോടതി വ്യവഹാരങ്ങളില്ലാതെ കടന്നു പോകാൻ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻസിലൂടെ സാധിക്കുമെന്ന് സാറ് കരുതുവാണ്? സാധിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ആ നിയമം പാസ്സാക്കും. എതിർപ്പുകൾ ഇപ്പൊ ഞാൻ സിറ്റിസൺഷിപ്പ് ആക്ട് കാര്യം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളെല്ലാം ചിന്തിക്കുന്നവരാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞാൽ ഈ രാജ്യം കത്തും. ഇത്രയും കാലം വന്നില്ലേ, എടുത്തു കളഞ്ഞു. ഇപ്പം അവിടെ
വലിയ ആക്ഷേപം, വലിയെന്നല്ല ഒരാക്ഷേപവും ഇല്ലാത്തൊരു ഇലക്ഷൻ നടന്നു. അതെ അതെ അതെ. ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അത് ആ മുസ്ലിം പോപ്പുലേഷൻ പിന്നെ ഉള്ളതാണ്. പക്ഷെ അത് നടന്ന് ഇന്ന് അവർക്ക് കുറെ കൂടി അർഹതപ്പെട്ട ഈ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു മാറ്റമുണ്ട്. അതിൽ തെറ്റുണ്ടാവാം, രാഷ്ട്രീയമായിട്ട് തെറ്റുണ്ടാവാം, ഞാൻ അതിനൊക്കെ കിടക്കുന്നില്ല. അപ്പം ഇത് ആർട്ടിക്കിൾ 370 കുറച്ച് കാലത്തേക്ക് വെച്ച ഒരു സാധനം സ്ഥായിയാക്കിയിട്ട് ഇത് വരും. അപ്പോഴത്തേക്ക് കുറേ മൈനോറിറ്റി റൈറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രൊപ്പഗൻഡകളിൽ ഒടുങ്ങി. ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞത് 2013 നിയമം, മറ്റതിന് മുമ്പ് 2005 ഒന്നുണ്ടായിരുന്നു. ഇത് രണ്ടും ഈ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ലേ തെറ്റ്. ഈ വക്കഫ് സ്വത്ത് എന്നും പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇല്ലാത്ത എത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം അതെല്ലാം കണക്കാക്കിയിട്ടുള്ളതാണ്. അത് ഉടൻ അവതരിപ്പിക്കും, പാസ്സാക്കുമെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം തീരും. കാരണം വക്കഫ് സ്വത്താണോ എന്ന് ചോദിച്ചാൽ വക്കഫ് ബോർഡിലെ ആൾക്കാരാണ് ഇപ്പൊ ഇത് പണ്ട് അങ്ങനെ ആയിരുന്നു, അതിന് എവിഡൻസ് ഒന്നും ഇല്ല. അപ്പൊ ആരുടെ സ്വത്തും വേണം നാളെ കണ്ടെടുക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ കേരള നിയമസഭയിൽ 140 പേരും കൂടെ ഒന്നിച്ച് പാസ്സാക്കിയില്ല, അവർ പഠിച്ചോ? അതുകൊണ്ടാണ് ഇതിനെ അധിനിവേശ നിയമം എന്ന് പറയാൻ തന്നെ കാരണം അതല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പം ഇവരുടെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോലെ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലില്ലേ. പിന്നെ ഇവിടെ രാജ്യത്തുള്ള നിയമങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ ഇപ്പം പിന്നെ ബിൽഡിങ്ങിന്റെ ഉടമയും കൂടിയാനും റെന്റ് കൺട്രോൾ ലോസ് പാസ്സാക്കി. റെന്റ് കൺട്രോൾ ലോസ് പാസ്സാക്കി കഴിഞ്ഞപ്പം കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഉള്ള തുച്ഛമായ വരുമാനമുള്ള അറിയുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? വക്കഫിന് അങ്ങ് കൊടുക്കും. വക്കഫിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആർക്കും ചോദ്യം ചെയ്യാൻ, കോടതി ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ കോടതിക്ക് അതീതമായ ഒരു ശക്തിയായിട്ട് അതിനെ മാറ്റിയത് 2013 ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമാണെന്ന് ഞാൻ കരുതുന്നു. സിവിൽ കോർട്ടിന് കീഴിൽ അത് പാടില്ല, സുപ്രീം കോടതിന് പോലും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ബഹുമത സമൂഹത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യയിൽ. അതിൽ ഓരോരുത്തരും അവരുടെ മതങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള നിയമങ്ങളിൽ, കാനോൻ നിയമത്തിൽ കൂടെ ക്രിസ്ത്യാനിറ്റി പോകുമെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകും. അപ്പൊ ഇത് കാലാനുസൃതമായി മാറ്റം ഉണ്ടാവുക. ഹിന്ദു കോഡ് കൊണ്ടുവന്നു. ഹിന്ദു കോഡ് കൊണ്ടുവന്നപ്പോൾ എത്രയോ ആചാര അനുഷ്ഠാനങ്ങൾ ഹിന്ദുക്കളുടേത് പോയില്ലേ. അത് പോയത് കൊണ്ടാണ് ഒരു കോമൺ ഹിന്ദു കോഡ് ഉണ്ടായത്. അത് ഉണ്ടായത് കൊണ്ട് ഇപ്പം യഥേഷ്ടം 2-3 കെട്ടാൻ ഹിന്ദുക്കൾക്കും കെട്ടായിരുന്നൊരു കാലത്ത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ ഇതിനോട് പൊരുത്തപ്പെടണം. ദൈവ നിയമങ്ങളെ മാനിക്കേണ്ട ഒരു വ്യക്തിക്ക് വേണ്ടതാണ്. ഞങ്ങൾ ദൈവനിയമത്തെ ലംഘിക്കില്ല, അതൊരു സമർപ്പണമാണ്. അതേസമയത്ത് രാജ്യത്തിന്റെ നിയമത്തിൽ അത് പാടില്ല എന്ന് പറയാൻ പറ്റും. ഇതാണ് അതിന്റെ പ്രശ്നം. സിവിൽ കോഡിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. സിവിൽ കോഡിലേക്ക് ഇതൊക്കെ കഴിഞ്ഞ സിവിൽ കോഡിലേക്കും നമ്മുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബിജെപിയുടെ മാനിഫെസ്റ്റോയിലുള്ള അജണ്ടയല്ലേ, നടപ്പാക്കും. അതില് എന്റെ സ്റ്റേറ്റ് നടപ്പാക്കിയ സ്റ്റേറ്റാണ് ഗോവ. ഗോവയിൽ ആർക്കാ? ഗോവയിലെ ജെൻഡർ ജസ്റ്റിസായാലും തുല്യ നീതിയായാലും എല്ലാം കിട്ടുന്നില്ലേ? അവിടെ ഇപ്പം 64% ഹിന്ദുസും 30% ക്രിസ്ത്യാനിറ്റി ആണല്ലോ. അവിടെ ഒരു സംഘർഷം ഒന്നുമില്ല. അവിടെ ഇതിൽ അവിടുത്തെ 3% മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നു. ഞാൻ ഈയിടെ ആലങ്ങാട് പള്ളി എന്ന് പറഞ്ഞാണല്ലോ വിവാദമായത്. അത് ക്രിസ്ത്യൻ സമുദായം വളരെ താഴോട്ട് പോവാം. 36% ലിബറേഷൻ സമയത്ത് ഉണ്ടായിരുന്നു. അത് 25 മറ്റോ ആയിട്ട് ഇപ്പോൾ കുറഞ്ഞു. അത് കുറഞ്ഞതിന് മറ്റാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അത് പഠിക്കേണ്ട വിഷയമാണ്. അതിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ ഒരു വലിയ ഘടകമാണ്. രണ്ടാമത് പറഞ്ഞതാണ് വിവാദമായത്, അത് ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. 3% മുസ്ലിം വിഭാഗങ്ങൾ ഇപ്പം എത്രയായെന്ന് ചോദിച്ചാൽ അതൊരു വിവാദമാക്കിയിട്ടാണ് അവിടെ പറഞ്ഞു. ഞാനതെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വരുമ്പം ഈ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള മതപരമായ മതങ്ങളുടെ വളർച്ചയാണ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. അവർ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തണം. അപ്പൊ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറില്ല. ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല. ഒരു വിഭാഗം മാത്രം പറയും ഞങ്ങളിത് അംഗീകരിക്കില്ല, ഞങ്ങൾ ഒരിക്കലും എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും 2 കുട്ടികൾ അല്ല ഹിന്ദു, അപ്പം മറ്റേടത്ത് 8 10 എന്ന് പറഞ്ഞാൽ ഈ സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെടും. അപ്പം എന്താകും? ഹിന്ദുക്കളിലും തീവ്രവാദികളുണ്ടാവും. തീവ്രവാദത്തിലേക്ക് സർക്കാരിന്റെ ഒരു ആണ്. പക്ഷെ അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പറ്റില്ല. ഇപ്പൊ ചൈനയിലൊക്കെ ചെയ്ത പോലെ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ചെയ്ത പോലെ നിങ്ങൾ അതിൽ കൂടുതൽ വന്നാൽ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. ആ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കണം. ഈ നമ്പറിന്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് പൊളിറ്റിക്സും മജോറിറ്റിയുടെ പൊളിറ്റിക്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അല്ലാതെ തന്നെ
ഞാൻ ഇപ്പോൾ നമ്മുടെ അല്ലാതെ നമ്പർ കുറയുന്നുണ്ട്, മൈഗ്രേഷൻ വഴി കുറയുന്നുണ്ട്. അതിവിടെ കേരളത്തിലും കേരളത്തിൽ ഗോവയിലും ഒക്കെ ഉണ്ട്. ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് അർത്ഥവത്തായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ വിദ്യാഭ്യാസവും ഇവിടെ ചെലവഴിച്ച പ്രയോജനം ഉണ്ടാകില്ല എന്ന് കരുതുന്നു പോകുന്നു. അപ്പോൾ നമുക്ക് സർക്കാരുകൾക്ക് എന്തെങ്കിലും തരത്തിൽ അല്ല, അതിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പം ഇന്ത്യ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി 4 എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒഫീഷ്യലി 5 ആണല്ലോ. 5 ആയപ്പോൾ ആരെയാ തള്ളി മാറ്റിയത്? ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. അപ്പം അവരെ തള്ളി മാറ്റി നമ്മൾ ആ രംഗത്തേക്ക് വരുന്നു. 2, ചൈന വലിയ ഫോഴ്സാണ്. അതെ. പക്ഷെ ഇന്ന് അവരുടെ ഗ്രോത്ത് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത് റേറ്റിൽ ഇന്ത്യ മാത്രമാണ് ആ ഗ്രോത്ത് റേറ്റ് അനർഗളം മുന്നോട്ട് പോകുന്നു. ഒരേ ഒരു രാജ്യമാണ്. ചൈനയുടെ അത് താഴോട്ട് പോകുന്നു. അതെ, ഈ GDP ഉയരുന്നുണ്ട്. പെർ ക്യാപിറ്റ അല്ല, അത് രണ്ടും കൂടെ ചേർത്തിട്ട് GDPയുടെയും പെർ ക്യാപിറ്റയും മാത്രം, പെർ ക്യാപിറ്റയുടെ ബേസിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. മൊത്തത്തിലുള്ള ഗ്രോത്ത് റേറ്റ്. അപ്പൊ ആ അച്ഛൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ആ ഗ്രോത്ത് റേറ്റിൽ ചൈന താഴോട്ട് പോവുക. അത് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ തയ്യാറുമായി. ഈ ഭരണകൂടം തയ്യാറാകുമ്പോഴും അവിടെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, ജർമ്മൻകാരനോ ജപ്പാൻകാരനോ ആരെങ്കിലും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നിരിക്കുക ഗവൺമെന്റുമായിട്ട്. അവന്റെ വിവരങ്ങൾ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പുറം ലോകത്തിന് സാധിക്കില്ല. അവൻ ഡെമോക്രസി ഇല്ല, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇല്ല. പാർട്ടി മെമ്പർ ആകുന്ന ആളിനെ മാത്രമേ ജഡ്ജാകാൻ പറ്റുള്ളൂ. അവിടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവിടുത്തെ ഗവൺമെന്റിനെ പ്രതിയാക്കിയിട്ടോ അല്ല ചൈനക്കാരനെ പ്രതിയാക്കിയിട്ടോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പോലീസോ സംരക്ഷണമോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഇന്ത്യയിൽ ഇതെല്ലാം ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഒരു വിദേശിയുടെ ഒരു സ്ഥാപനം അനുവദിച്ചു കഴിഞ്ഞാൽ അവനോട് ഇൻജസ്റ്റിസ് കാണിച്ചാൽ അവനിവിടെ ചോദ്യം ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ഫോറം ഉണ്ട്. പുറം ലോകം അറിയും. മറ്റിടത്ത് അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ചൈനീസ് എക്കോണമിയുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഇന്നവർ വളരെ അടിച്ചമർത്തി പട്ടാള ചിട്ടയിൽ എല്ലാവർക്കും പണിയെടുപ്പിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്. ഫ്യൂച്ചറില്ല. അവിടെയാണ് ഇന്ത്യയുടെ സ്കോപ്പ്. പിന്നെ വിദേശത്തേക്കൊന്നും പോകണ്ട, ഈ ആകർഷകമായ ഇതെല്ലാം കിട്ടുമ്പോൾ പോകണ്ടെന്ന് പറയാനും പറ്റില്ല. അതിനെ ഒരു ബാലൻസിങ് പ്രോസസ് അവിടെ ഉണ്ടാവണം. നമുക്കത് ഒരു പക്ഷേ അവസാനിപ്പിക്കുന്ന സാറിനോട് ഒരു അഭിപ്രായം കൂടെ ചോദിച്ചാൽ, അതായത് മോഡിജിയുടെ വലിയ ഒരു സുഹൃത്തായിട്ടാണല്ലോ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം വലിയ കച്ചവടക്കാരനും അതുപോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന പ്രയോറിറ്റി വലിയ തോതിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുമാണ്. അപ്പം നമ്മളോടാണ് ചൈനയോട് അടുപ്പമില്ല, നമ്മളോടാണ് അടുപ്പം എല്ലാ തരത്തിലും. അപ്പം നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകും, കുറച്ച് എന്തെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാകും. അതില് ഈ ലോക വ്യവസ്ഥകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു രാജ്യത്തിന് വേറെ രാജ്യത്തെ കീഴടക്കാൻ ഇപ്പോൾ ഈസി അല്ല. പണ്ടത്തെ പോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ആണവശക്തികൾ, ഒരാണവശക്തിയുള്ള രാജ്യത്തോട് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളെ കഥ കഴിക്കാൻ അവർക്ക് സാധിക്കും, തിരിച്ചു സാധിക്കും. അപ്പം അതുകൊണ്ട് ഇതിലെല്ലാം ഒരു സന്മനസ് രണ്ടു കൂട്ടരുടെയും സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടെ വേണം. അങ്ങനെ വരുന്നതിൽ നരേന്ദ്രമോദി ഒരു വൻ വിജയമാണ്. കാരണം ഏത് രാജ്യത്ത് പോയാലും ഇപ്പം മാർപ്പാപ്പത്തിനെ കാണാൻ പോയി, നിങ്ങളാ കാണിച്ച കണ്ട് ആലിംഗനം ചെയ്യുന്ന നോക്കുക അറിയാം. മറ്റുള്ളവരെ പോലെ ഒരു പ്രത്യേകതയില്ല. അപ്പം അദ്ദേഹത്തെ ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു വലിയ നേട്ടമാണ്. അത് ഭാരതീയതയുടെ നേട്ടമാണ്. ഒരാളോട് ഹോസ്റ്റൈലാകാതെ തന്നെ അത് ഗാന്ധിയൻ സമീപനത്തിന്റെ നേട്ടമാണ്, ഭാരതീയതയുടെ നേട്ടമാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ലോകക്രമം ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻസിലേക്ക് ചുരുങ്ങുക. അമേരിക്കയുടെ അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. അവർ പറയുന്നത് എന്തിനാ ഞങ്ങളുടെ രാജ്യമല്ലേ ഇത് എന്ന് ചിന്തിക്കുന്നു. അപ്പം മറുഭാഗത്ത് ഇന്ത്യയും അതുപോലെ തന്നെയാണ്. നേഷൻ ഫസ്റ്റ്, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സെക്കൻഡ് എന്നുള്ള നിലക്കാണ് നരേന്ദ്രമോദിയുടെ പോളിസി. അപ്പം അതിലെല്ലാവരും, പിന്നെ അതിൽ വിവേചനം പാടില്ല. ഇവിടെയുള്ള പ്രശ്നം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. ഇങ്ങനെ വന്നാൽ ഞങ്ങളുടെ വിശ്വാസം എന്ത് സംഭവിക്കും? ഈ ആശങ്കയുണ്ട്. ആശങ്ക ദൂരീകരിക്കണം.
ഞാനൊക്കെ അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ ഇപ്പൊ ഈ ആശങ്കയെ ഗവർണർ ഒന്നും കുറിച്ച് സാറ് തന്നെ പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്കയായിട്ടും അതിന്റെ വിട്ടുമാറാത്ത ഒരു വേദനയായിട്ടും പറയുന്ന ഈ മണിപ്പൂർ വിഷയമാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന്, പ്രത്യേകിച്ച് മോദിജി നോക്കിയാൽ ഞങ്ങളൊക്കെ അവിടെ ചിന്തിക്കുമ്പോൾ അത് ഒരു പരിഹാരം ഇല്ല. അവിടുത്തെ പരിഹാര മാർഗങ്ങളിൽ ആ. ഇപ്പൊ ഞാൻ പറയാം, ഇന്നത്തെ പത്രത്തിൽ ആ. മൈതേയി കുടുംബത്തെ 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഹീനമായ ആ. കുക്കികളാണ്. ഓ, ഈ കുക്കികളും മൈതേയികളും അല്ലാതെ അവിടുത്തെ മെയിൻ ക്രിസ്ത്യാനികളാരാ? 24% 25% ഉള്ള മറ്റേ നാഗ ക്രിസ്ത്യൻസ്. അപ്പം നാഗ ക്രിസ്ത്യൻസ് ആണ് അവിടെ മെയിൻ നിൽക്കുന്നത്. അവരുമായിട്ടും ഉള്ള മറുഭാഗത്തും ഹിൽ ഏരിയയിലുള്ള കുക്കികളാണ്. കുക്കികൾ വളരെ ഡെവലപ്ഡ് സൊസൈറ്റിയാണ്. അവർ അതിൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവർക്ക് 10 MLA ഉള്ളതിൽ 9 പേരും BJP-ക്കാരാണ്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് എത്താൻ ഇവിടെയുള്ളവർ സമ്മതിക്കുന്നില്ല. ഇപ്പം 2 പേർക്കും 2 രാഷ്ട്രം, സുബ്രഹ്മണ്യം ഒക്കെ പറയുന്നത് 2 ആക്കിക്കൂടെ? ഈ 2 ആക്കിയാൽ അതോടുകൂടി കഴിഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞ ഇതങ്ങ് വിട്ടുപോയി. അങ്ങനെ വരുമ്പോൾ കുക്കികളുടെ വരുമ്പോഴാണ് കുക്കികളും ഈ അല്ല മെയ്തികളല്ല, അതിലും നാഗന്മാരും നടന്ന സംഘർഷത്തിൽ 1300ഓളം ആൾക്കാർ 10 കൊല്ലത്തെ കൊല്ലപ്പെട്ടു. നരേന്ദ്രമോദി വന്നിട്ടാണ് അത് പരിഹരിച്ചത്. പരിഹരിച്ചു ഇപ്പം ഇല്ല. ഇപ്പം തന്നെ ഈ അറ്റാക്ക് എല്ലാം ഉണ്ടായപ്പം ഞാൻ പറഞ്ഞൊരു തിയറിയുണ്ട്. ഒറ്റ മറ്റേ പള്ളികൾ, അവരുടെ പള്ളികൾ നാഗന്മാരുടെ പള്ളികൾ തൊട്ടിട്ടില്ല. അതേസമയത്ത് കുക്കികളെ സംബന്ധിച്ചിടത്തോളം കുക്കികളാണല്ലോ, ആ ഏറിയ ആണല്ലോ ഓപ്പിയം, സമ്പന്നന്മാരാണ്. അതുകൊണ്ട് അവരെ മോശമാക്കണമെന്നല്ല, അവരെല്ലാം BJP-ക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാ. പക്ഷെ ഈ മെയ്തേയികളുടെ കൂട്ടത്തിലും അവര് പണ്ടത്തെ പോലെയല്ല, സ്ട്രോങ് ഈ ആൾക്കാർ വന്നു. അവിടെ നരേന്ദ്രമോദിയുടെ പോളിസി നമുക്ക് ഇപ്പൊ കുറച്ച് നിർത്തി വെച്ചിരുന്ന പിന്നെയും പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ അത് അവിടെ വർഗീയകലാപം ഒരിക്കലും ഉണ്ടാവില്ല. നോർത്ത് ഈസ്റ്റേൺ കൺട്രികളിൽ എവിടെയെങ്കിലും വർഗീയകലാപം ഉണ്ടായിട്ട് ആർക്കും പിടിക്കാൻ സാധിക്കില്ല. ഒരു മതം വേറൊരു മതത്തെ ഇല്ലാതാക്കുക, അതേസമയത്ത് ഒരു വർഗം വേറൊരു വർഗത്തെ ഇല്ലാതാക്കുക, അതിൽ ലെക്കും ലഗാനും ഇല്ലാതെ അവരെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് വരുമ്പം ഉള്ള പ്രശ്നം പിന്നെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ഈ അടിച്ചമർത്തലിൽ നരേന്ദ്രമോദിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇതുവരെ പോയില്ല. അല്ല, വേറെ ആരാ അവിടെ ഈ 10 കൊല്ലത്തിനിടെ 1300 ആളെ കൊന്ന സമയത്ത് പോയ ഒരു പ്രധാനമന്ത്രിയുടെ പേര് പറ. പ്രധാനമന്ത്രി പോയി കഴിയുമ്പോൾ ഇത് ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് പോകാത്തത്. അല്ല എന്നെന്ന് പറയാൻ പറ്റില്ല. അവരുടെ പോളിസി അതും ഒരു ഘടകമാണ്. പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടി ഹോം മിനിസ്റ്റർ 8, 10, 20 പ്രാവശ്യം പോയി. ഈ സംഭവം നടക്കുമ്പോൾ അതിനകത്തുള്ള യഥാർത്ഥ വശം എന്താ? ഇപ്പം മൈതേയികൾ രംഗത്തിറങ്ങാൻ എന്താ കാരണം? കുക്കികൾ രംഗത്തിറങ്ങാൻ എന്താ കാരണം? 2013 കൊടുത്ത റിട്ട് ഹർജി, ആ റിട്ട് ഹർജിയിലെ മെയിൻ ഡോക്യുമെന്റ് എന്താ? ആ മെയിൻ ഡോക്യുമെന്റ് ഈ മൈതേയികൾക്ക് സംവരണം നൽകണമെന്ന് ഭൂരിപക്ഷം ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ തീരുമാനമാണ് ആ ഡോക്യുമെന്റിലെ 1ാമത്തെ ഐറ്റം, എക്സിബിറ്റ്. അത് ഒരു ജഡ്ജി വന്നപ്പം അയാളത് എടുത്തിട്ട് മൈതേയിക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുക്കികൾ എന്തായി? കുക്കികൾ പൊതുവെ ശക്തരാ എല്ലാ അർത്ഥത്തിലും, 14% ഉള്ളെങ്കിലും അവർ തെരുവിലേക്ക് ഇറങ്ങി. തെരുവിലിറങ്ങിയെന്ന് മാത്രമല്ല, ഏറ്റവും നടക്കാൻ പാടില്ലാത്ത കാര്യമുണ്ടായി. വേറൊരു കാര്യമുണ്ടായി. ഞാനത് പറയുന്ന ഒരു ഗവർണർ പറയുന്നത് ശരിയല്ല. അതിലുള്ള വിക്ടിംസിനെ, ആ കുട്ടികളെയെല്ലാം അവരവരുടെ ഗ്രാമങ്ങളിൽ കൊണ്ട് സേഫാക്കിയ ശേഷം മൈതേയികളുടെ ഒരു മൂവ്മെൻ്റാണ് കുക്കികൾക്കെതിരായിട്ട് നടത്തി. പിന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഞാനതിൻ്റെ റോളൊന്നും പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. ഇങ്ങനെയാണ് അവിടുത്തെ ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതാരാ? രാഷ്ട്രീയമായിട്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഈ വർഗ ഓരോ എന്താ പറയുക, ഗോത്രങ്ങളുടെ പോരാട്ടമാണ്. ഞാനിത് പറഞ്ഞു, ഞാനന്ന് വാസ്തവത്തിൽ നമ്മുടെ ബോംബെയിലെ ആർച്ച് ബിഷപ്പ് ഇത് അന്വേഷിക്കാനിടയായി ഞാൻ പോയി പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് വർഗീയ കലാപമല്ല, വംശകലാപമാണ്, അമ്പലങ്ങളും തകർത്തിട്ടുണ്ട്, ഇതെല്ലാം തകർത്തു. അതിൽ മൈതേയികൾ എല്ലാവരും ഉണ്ട്, 1% മുസ്ലിങ്ങൾ വരെ ഉണ്ട്. ഇത് ഈസി. അപ്പം നമ്മുടെ രാജ്യം ചൈന ഇങ്ങനെ കാത്തിരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വരെ ചൈനയും
ഈ മണിപ്പൂരിൻ്റെ ഒരു ഭാഗവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു രാജ്യമാക്കണമെന്നാണ് മിസോ കലാപകാരികളുടെ, ഞാൻ ഭരിച്ച സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രാജ്യത്തെ അപ്പോൾ രാജ്യ താല്പര്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രണ്ട്, ഇന്ത്യയിലെ ജനങ്ങളെ ഈ മിസോ കലാപം അമർച്ച ചെയ്യാനായിട്ട് 66 ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ ബോംബിട്ടു. വേറെ ഒരിക്കലും കാശ്മീരിൽ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനത് ചെയ്യില്ല. പിന്നെ ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. ഈ 1027 പേരെ കൊന്നതിൻ്റെ പിന്നെ ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മറ്റൊരു കൊന്നതിൻ്റെ എല്ലാ കൊല്ലം അവർ ആഘോഷിക്കാറുണ്ട്. അപ്പം ഇതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പോയി അത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതിൽ നേരിടുന്നതിൽ വയലൻസിനെ നേരിടുന്ന ഒരു ശൈലി പഴയതുപോലെ സ്വീകരിക്കുന്നില്ല. അതായത് ഇൻറ്റഗ്രിറ്റിയും യൂണിറ്റിയും നിലനിർത്തേണ്ടത് ആവശ്യമാണെങ്കിലും അടിച്ചമർത്തലിലൂടെ കഴിയുന്നത്ര അടിച്ചമർത്തൽ ഒഴിവാക്കണം. അതിന് അദ്ദേഹം 2-3 ഉദാഹരണം പറഞ്ഞു പാർലമെൻറ്റിൽ. ഒന്നും മലയാള പത്രങ്ങൾ BBC ഒന്നും ആരും എഴുതിയില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിൽ ഹാഫ് പോർഷൻ കഴിഞ്ഞപ്പം മറ്റേത് ഇറങ്ങിപ്പോയല്ലോ. അതിന് ശേഷം പറഞ്ഞ ഒന്ന് ഇതാണ്: ഇന്ത്യ എങ്ങനെയാണ് നിങ്ങൾ മിസോ കലാപത്തെ ഇല്ലാതാക്കാൻ അവിടെ പോയിട്ട് അവിടുത്തെ ക്യാപിറ്റലിൽ ജനങ്ങൾക്കേറി ബോംബിട്ട് ഇന്ത്യക്കാരെ കൊന്നു. സ്വന്തം ജനങ്ങളെ പട്ടാളത്തിനെ കൊണ്ട് ബോംബിടിക്കുന്നത് അന്നല്ല നടന്നിട്ടില്ല. പിന്നെ മറ്റ് ബിന്ദർവാലെ പിടിക്കണമെങ്കിൽ പിടിക്കാം, അയാളുടെ സ്ഥലത്ത് വെടിവെച്ച് വേണേൽ കൊന്നിട്ട് ചെയ്യാം. നിങ്ങൾ അകാൽ തക്തിലേക്ക് വെടിവെച്ചില്ല. അതുണ്ടാക്കിയ മുറിവിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ? അകാൽ തക്ത് അവരുടെ നമ്മുടെ വത്തിക്കാൻ പോലുള്ള ഓരോരുടെ സെൻ്ററാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജനങ്ങളാണ്, അത് പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റർ പോവില്ല എന്നല്ല. പ്രൈം മിനിസ്റ്റർ പോകാത്തതിൻ്റെ ഈ പ്രൈം മിനിസ്റ്റർ പോയി ഇൻ്റർനാഷണൽ ഇഷ്യൂ ആക്കി മാറ്റിയാൽ കാശ്മീർ പോലെ ആകും. കാശ്മീരിനെ ഇൻ്റർനാഷണൽ പ്രശ്നമാക്കി തരാൻ നെഹ്റുവാണ്. ഇന്നും അതല്ലേ നമുക്കുള്ള ഏറ്റവും വലിയ പോരായ്മ. അയൽ രാജ്യങ്ങൾക്കോ മേൽക്കോയ്മയുള്ള രാജ്യങ്ങൾക്കോ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കാൻ കഴിവതും കുറയ്ക്കുക. ഇടപെടും അവര്, തൊട്ടപ്പുറത്തുള്ള അവരുടെയാണ് അവർ ക്ലെയിം ചെയ്യുക. അപ്പം ഇതെല്ലാം ആയിരിക്കാം പശ്ചാത്തലമെന്ന് കരുതുന്നു. ഏതായാലും ആഭ്യന്തരമന്ത്രി തന്നെ 12 തവണ മറ്റോ പോയി ഇപ്പോഴും. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് പിന്നെ ഇവരുടെ കുക്കികളെ കൊന്നൊടുക്കി, ക്രൂരമായി കൊന്നൊടുക്കി 1300 ആളെ കൊന്നൊടുക്കിയപ്പം എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? പ്രൈം മിനിസ്റ്റർ പോയിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന് കുറേ ഒരു ബാലൻസ് ചെയ്തിട്ട് സഹകരണമാണ് വേണ്ടത്, പൊളിറ്റിക്കൽ മുതലെടുപ്പല്ല. ഇനി ഒരു വളരെ സാധാരണമായൊരു കാര്യം അറിയാനുള്ള ജിജ്ഞാസ, അതായത് ഈ ഇവിടുന്നൊക്കെ ആൾക്കാർ ടൂറൊക്കെ ഗോവയ്ക്ക് പോകുമ്പം അവിടെ ബീച്ചുകളുണ്ട്, പിന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് സാധാരണ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയായിട്ട് ഉണ്ട്. പക്ഷേ ഇപ്പം അവിടെ അതിൻ്റെ വലിയ വിൽപ്പനയോ ഒന്നും ഉള്ളതായിട്ട് നമ്മുടെ ഈ റാങ്കിങ്ങിൽ കാണുന്നില്ല. ഏറ്റവും ടോപ്പായിട്ട് കേരളം, ഏറ്റവും ടോപ്പ് കേരളം, പഞ്ചാബ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക ഒക്കെയാണ് നമ്മുടെ ഈ കണക്കനുസരിച്ച്. ഗോവയിൽ അൺറൂളിയായിട്ട് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ക്രൈമുകളിൽ ഏർപ്പെടാനുള്ളത് എൻ്റെ നാട്ടിലെ ആളുകളാണ്, കേരളക്കാരാണ്. ഈ കൂടുതൽ ആളും മരിക്കുന്ന അങ്ങനെ. ഇവിടുന്ന് വന്നിട്ട് അവർ എല്ലാ ലഹരികളും എല്ലാ ഇതും ഫ്രീ സൊസൈറ്റിയാണ്. ആ ഫ്രീ സൊസൈറ്റി പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഇന്ന് ആ സംസ്ഥാനം നിലനിൽക്കുന്നത് ഈ ടൂറിസം കൊണ്ടാണ്. അപ്പോൾ ടൂറിസം ലിബറൽ അല്ലാതെ ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഇൻകം നിന്നു പോകും. ഇതാണ് വിദേശികളൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളില്ല. ഇവിടുന്നുള്ള ആൾക്കാരാണ്. ഇപ്പം കേരളക്കാര് എത്ര കുട്ടികൾ മരിച്ചു. അവൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട്, ലിക്കർ ഉപയോഗിച്ചിട്ട് അടിപിടി ഉണ്ടാക്കും, അല്ലെങ്കിൽ കടലിൽ ചാടും. ഇങ്ങനെയാണ്. അതൊരു വലിയ ലോ ആൻഡ് ഓർഡറിൽ അങ്ങനെ മോശമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവിടുത്തെ ഒപ്പോസിഷനൊക്കെ എന്നെ വന്ന് കണ്ടിട്ട് മെമ്മോറണ്ടം തന്നിട്ടുണ്ട്, അപകടകരമാണ്. പക്ഷെ ഞാൻ കേരളത്തിൽ നിന്ന് പോയതായതുകൊണ്ട് ഇവിടുത്തെ എത്ര അപകടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറവിടെ വളരെ നല്ല രീതിയിൽ നമ്മുടെ സർക്കാരുമായിട്ടും മതന്യൂനപക്ഷങ്ങളും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹമൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധത്തിലാണെന്ന് അച്ഛന്മാരൊക്കെ പറഞ്ഞറിഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ബസിലിക്കായിൽ ഫ്രാൻസിസ് പുണ്യാളൻ്റെ ഈ തിരുശേഷിപ്പ്, തിരുശരീരം ഉള്ളിടത്ത് വളരെ
ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അത്രയും പോകാൻ സാധിച്ചു. പോകാൻ സാധിച്ചു. എല്ലാം എനിക്ക് എൻ്റെ കുടുംബത്തിനും ഞാൻ എൻ്റെ വൈഫിനെ എല്ലാം കൂട്ടി. കാരണം പ്രത്യേക വളരെ സന്തോഷമായിട്ട്.